ഹലോ ഗൈസ്, നമ്മളിന്ന് ഏത്തപ്പഴം കൊണ്ടൊരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അതിന് ഞാനിത് ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതാ ഇത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാകുമ്പോൾ ഒരു നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇഷ്ടമുള്ളത്ര നെയ്യ് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കി പറയാം. അപ്പം നമുക്ക് നെയ്യ് നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ. ഇഷ്ടമുള്ളത്ര ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതേ പഴം ഓരോന്നോരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേമാതിരി ആയാൽ മതി കേട്ടോ. ഇത്ര ആയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഞാനൊരു ഒരു 4-5 അച്ച് ശർക്കര ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ചതാ കേട്ടോ. കരടൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ അരിച്ചൊഴിച്ചു. ഇത് നമുക്കിത്തിരി ശർക്കര ഒന്ന് ഉരുക്കി വരുമ്പോൾ നമുക്കിത്തിരി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണിത് കേട്ടോ. അപ്പോൾ ഇതേമാതിരി നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടി ഇടുക, തേങ്ങയും ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് പറഞ്ഞുതരാം. ശർക്കരപ്പാനി നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് കട്ടയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊടുത്തില്ലേ. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അരിപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മൈദപ്പൊടി ആണെങ്കിൽ മൈദപ്പൊടി, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇട്ട് കൊടുക്കാം. ഒരു പഴമല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ആ പഴവും ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മിശ്രിതം ഇതാണ്. ഞാനൊരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 15 മിനിറ്റ് വെച്ച് വേണമെങ്കിൽ സോഡാപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് ഒരു നുള്ളു ചേർക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നമ്മൾ ഏത് സ്റ്റീമർ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനുണ്ടെങ്കിൽ ഓവനിലും ചെയ്തെടുക്കാം. അതേമാതിരി എനിക്ക് ഓവനുണ്ട്, പക്ഷേ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങളല്ലേ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മളൊന്ന് വെന്ത് കഴിഞ്ഞ് ഒത്തിരി നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബദാമോ പിസ്തയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ മറന്നു പോയതുകൊണ്ട് ഇപ്പം മീഡിയാണ് ഇട്ടേ. വെന്ത് കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇട്ടത്. ഏത്തപ്പഴം അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. വെറും അരിപ്പൊടിയിൽ ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മൈദ ഇല്ലെങ്കിലും കുഴപ്പമില്ല. വെറും അരിപ്പൊടിയിൽ ചെയ്യാം, മൈദയിൽ ചെയ്യാം, ഗോതമ്പ് പൊടിയിൽ ചെയ്യാം. അത് മാത്രമായിട്ടും ചെയ്യാം, മൂന്നും കൂട്ടിയിട്ട് ചെയ്യാം. നമുക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണിത്. കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ അവർക്ക് വിശപ്പും മാറും, ഹെൽത്തിയാണ്. ഇത് സ്റ്റീം ആയതുകൊണ്ട്, സ്റ്റീം കേക്ക് എന്നും പറയാൻ വേണമെങ്കിൽ, സ്റ്റീം ആയതുകൊണ്ട് കുട്ടികൾക്കൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ സപ്പോർട്ടൊക്കെ കൊടുക്കണേ. താങ്ക് യു സോ മച്ച്. തണുത്തിട്ടില്ല കേട്ടോ. ഞാനൊരു കഷ്ണം എടുത്തതാണ്, പിടിച്ചിട്ടതുമില്ല, വെന്തിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കഷ്ണം. അവിടെ ഇരിക്കട്ടെ. അത് ഇതാ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നൊരു കഷ്ണം നല്ല ചൂടാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.